തുടരുന്നു. പാണ്ഡൻ നായ് ബെഞ്ചിൽ. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേ. കുഞ്ചൻ നമ്പ്യാരാണല്ലോ ഇതിൻ്റെ ഓദർ. ഈ പദ്യം ഏറ്റവും കൂടുതൽ തവണ ചൊല്ലിയിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് മൂപ്പർക്ക് എന്നോടൊരു ബഹുമാനമൊക്കെ ഉണ്ടാവും. പണ്ട് വാമനൻ എന്ന് പറയുന്ന ആ ചെക്കൻ മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയില്ലേ. എന്നാലും മൂപ്പർക്ക് ആണ്ടിലൊരിക്കൽ കേരളത്തിൽ വന്ന് പ്രജകളെ കണ്ടുപോകാൻ അനുവാദം കിട്ടി. അതുപോലെ കുഞ്ചൻ നമ്പ്യാരോട് സ്വർഗത്തിലെ കാര്യക്കാരന് പറയാലോ, എടോ നമ്പ്യാരെ, താൻ വലിയ കവിയൊക്കെയല്ലേ, ഒരു കാര്യം ചെയ്തോ, ഒന്ന് പോയി നാടും നാട്ടുകാരെ ഒക്കെ കണ്ടു വന്നോളൂ. അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ ഭൂമിയിലേക്ക് വന്നു തന്നെ വയ്ക്കുക. ആദ്യം നമ്പ്യാരെത്തുക ഇരിങ്ങാലക്കുടയിലുള്ള പാർപ്പിടത്തിലാവും. വന്ന പാടെ മൂപ്പര് പൂമുഖത്തേക്ക് കയറിയിട്ട് വിളിക്കും, എടാ ഇന്നസെൻ്റെ. ആ വിളികേട്ട് ഞാൻ ഇറങ്ങിച്ചെല്ലും. കയ്യിലുള്ള ഹാരം എൻ്റെ കഴുത്തിലേക്ക് അങ്ങോട്ടിടും. എന്നിട്ട് ആ പൂച്ചെണ്ട് കയ്യിലോട്ടും തരും. പിന്നെ കെട്ടിയൊരു പിടുത്തം അങ്ങ് പിടിക്കും. ഇതൊക്കെ കണ്ടിട്ട് കുന്തം വിഴുങ്ങി അന്തപ്പനെ പോലെ പകച്ചു നിൽക്കുന്ന എന്നെ നോക്കി നമ്പ്യാർ പറയും, എടാ താൻ ആൾ കേമനാട്ടോ. നോ, പാണ്ഡൻ നായ് എഴുതിയപ്പോൾ ഇത്ര അങ്ങോട്ട് നിരീക്ഷിച്ചില്ല. ഒരാൾ തന്നെ ആ പദ്യം ഇത്രയും വട്ടം ആവർത്തിച്ച് ചൊല്ലുക. ഹാ, എന്താ രസം. എനിക്ക് തന്നോട് പെരുത്തി ഇഷ്ടമായിട്ടോ. എൻ്റെ കുട്ടി, നിനക്ക് നന്മ വരട്ടെ. എന്നിട്ടാ അങ്ങോട്ട് കൈ രണ്ടും കൂട്ടിപ്പിടിച്ചതേ എൻ്റെ നെറുകമേലെ വച്ചിട്ടൊരു അനുഗ്രഹം അങ്ങോട്ട് പാസ്സാക്കും. അന്ന് അങ്ങോർക്ക് ഇങ്ങനെ കുറേ വരി എഴുതി കൂട്ടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഞാനാകെ കഷ്ടത്തിലാകുമായിരുന്നു എന്ന കാര്യം മൂപ്പർക്കറിയില്ലല്ലോ. ഒരു ബെഞ്ച് വീട്ടിലുണ്ടായിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ ബെഞ്ച് ഞാനുമായി ചില്ലറ കളിയൊന്നുമല്ല കളിച്ചിട്ടുള്ളത്. അതൊരു ആത്മബന്ധമാണ്. ഒരിക്കൽ അവനെൻ്റെ എല്ലാമായിരുന്നു. ഇന്നും അതേട്ടാ. ഈ ബെഞ്ച് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് എൻ്റെ വിശ്വാസം. ഏത് നേരവും ഇതിൽ കിടക്കുക, ഇരിക്കുക. അച്ചപ്പവും കുഴലപ്പവും ഉണ്ട ഒക്കെ ഇതിൽ കൊണ്ടുവച്ച് തിന്നുക. വീട്ടിൽ അന്നൊക്കെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. വലിയ ക്ലാസ്സിൽ പഠിക്കുന്നവർക്കൊക്കെ ചില സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പ്രത്യേക തരം കറികൾ, വറുത്ത മീൻ കൂട്ടാനാണെങ്കിൽ നല്ല കഷ്ണം നോക്കി അവർക്ക് വിളമ്പുക. എന്നിട്ട് വല്ല ചാറോ തരിയോ ബാക്കിയുള്ളവർക്ക് തരും. അവരൊക്കെ ബുദ്ധി വെച്ചിട്ട് വലിയ കാര്യങ്ങൾ നടത്തണവരല്ലേ. അപ്പോൾ അവരുടെ ബുദ്ധിക്കൊരു ബലമൊക്കെ കൊടുക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞ പോലുള്ള ഈ ചിറ്റമ്മ നയം. ആ നേരം ഞാനെൻ്റെ ബുദ്ധി കൊണ്ട് തിരിക്കുന്ന തിരികൾ ഇവർ അറിയുന്നുണ്ടോ? തിരുവനന്തപുരത്ത് നിന്നും മെഡിസിന് പഠിക്കുന്ന ചേട്ടൻ കുര്യാക്കോസ് വീട്ടിൽ വരും. ഇയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കും ചേച്ചിക്കും ആകെ ഒരു പേപ്പറാളാണ്. ഈ കൂട്ടാൻ അവന് ഇഷ്ടാവോ എന്തോ. നീ ആ കുളിക്കാനുള്ള വെള്ളം പാകമാണോന്ന് നോക്കിയടി മോളെ. ചേച്ചി വെള്ളത്തിൻ്റെ പാകം നോക്കാൻ ഓടിയതിന് പിന്നാലെ അമ്മയും പോയി നോക്കും. വെള്ളത്തിനെങ്ങാനും ചൂടോ മറ്റോ കൂടിയിട്ട് ആ ചെക്കൻ്റെ മേലെങ്ങ പൊള്ളി കേടായാലോ എന്നാ വിചാരം. എനിക്കാണ് വെള്ളം ചൂടാക്കി തരുന്നതെങ്കിലോ അതങ്ങ് വെട്ടിത്തിളപ്പിക്കും. നല്ലോണം പൊള്ളുന്ന പാകത്തിലാവുമ്പോൾ വിളിച്ച് പറയും, എടാ ചെക്ക, വന്ന് കുളിയിടാ. മേലൊക്കെ തിളച്ച വെള്ളം വീണിട്ടെങ്കിലും ഈ കുരുത്ത കെട്ടാൻ ഒടുങ്ങത്തേന്നാവും അമ്മയും ചേച്ചിയൊക്കെ കരുതുക. ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടാ. വീട്ടിൽ വന്നിരുന്ന് മക്കളെ മുറി ഇംഗ്ലീഷ് ഉച്ചത്തിൽ തട്ടി മൂളിക്കുന്നത് കേൾക്കുന്ന വെച്ചാൽ തള്ളമാർക്കും തന്തമാർക്കും ഒക്കെ ഒരു പ്രത്യേക രസമാണ്. എൻ്റെ ഭാര്യ ആലീസ് മുതലുള്ള തള്ളമാർക്ക് ഈ കുട്ടികളൊക്കെ നന്നായി ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാവില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, തകഴി കയറെഴുതിയതിൽ ഇംഗ്ലീഷിലാണോ? ചെമ്മീൻ എഴുതിയത് ഇംഗ്ലീഷിലാണോ? അല്ല. ഞാൻ പറയുന്നത് പല ഭാഷ പഠിച്ചു എന്ന് വെച്ച് അതിലൊന്നും വലിയ കാര്യമില്ല. ഇംഗ്ലീഷോ ഫ്രഞ്ചോ റഷ്യനോ ഒക്കെ പഠിച്ച ആൾ ഒരു വിഡ്ഢിയാണെന്നിരിക്കട്ടെ. ഇയാൾ ഇതിലേത് ഭാഷ പറഞ്ഞാലും വിഡ്ഢിത്തമാവില്ലേ പറയുക? സ്വന്തം ഭാഷ നന്നായി പറയാനെങ്കിലും അറിയാതെ ഏത് ഭാഷ പഠിച്ചിട്ടും കാര്യമില്ല. എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ഹിന്ദി പറയും, തമിഴ് പറയും, തെലുങ്ക് പറയും. ദേഷ്യം വന്നാൽ അത്യാവശ്യം ഇംഗ്ലീഷും പറയും. ബസ്റ്റഡ് എന്നാകും ഇത്തരം അവസരങ്ങളിൽ വായിൽ നിന്ന് വരിക. ഞാൻ ഈ പ്രയോഗം നടത്തുന്നത് കേൾക്കാൻ ഇടയാവുന്ന ഒരാൾ എന്താവും കരുതുക? ഈ ഇന്നസെൻറ്റിന് ഇംഗ്ലീഷ് നല്ല വശ. എനിക്ക് ആകപ്പാടെ നന്നായി പ്രയോഗിക്കാൻ അറിയുന്ന ഒരേയൊരു ഇംഗ്ലീഷ് വാക്ക് അതാണെന്ന് അവർക്കറിയോ? ഞാനും ബെഞ്ചുമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങാം. ഇര വിഴുങ്ങിയിട്ട് പെരുമ്പാമ്പ് കിടക്കണ പോലെ വയറു നിറയെ ശാപ്പാടടിച്ച് ഞാൻ ആ ബെഞ്ചിൽ വന്നങ്ങനെ കിടക്കും. പാടത്ത് ഉഴാൻ ചെല്ലുമ്പോൾ കള്ളക്കാളുകൾ കിടക്കണ ഒരു കിടപ്പില്ലേ, അതുപോലെ. ഈ സമയം അടുക്കളയിൽ നിന്നോ മറ്റോ ചേച്ചിയോ അമ്മയോ വിളിച്ച് പറയും, നീ എന്തെടുക്കാണ് ചെക്ക, വല്ലതും പഠിക്കണണ്ടാ? കേൾക്കേണ്ട താമസം. അപ്പം തുടങ്ങും. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. സിനിമാ തിയേറ്ററിലെ ഇൻ്റർവെല്ലിന് പാട്ടിടുന്നത് പോലെ തട്ടി മൂളിക്കാൻ ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഈ പദ്യം. ഇത് കേട്ട് വീട്ടുകാരാകെ മടുത്തു. എല്ലാ ദിവസവും പലക്കുറി അവർ ഇതല്ലേ കേൾക്കണത്. ഒരു ദിവസം ഈ പദ്യം ചൊല്ലിക്കൊണ്ട് കിടന്നപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ പാണ്ഡൻ നായ തന്നെയാ ഈ കിടക്കണേ. അതെനിക്കിഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഡയലോഗ്, ഈ ബഞ്ച് ഇവിടുന്ന് ഒടിച്ചു കളഞ്ഞെങ്കിലേ ഈ ചെക്കൻ നന്നാവുള്ളൂ.
തുടർന്നുള്ള ഈ പറച്ചിലൂടായപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ബെഞ്ച് നശിപ്പിച്ച് കളയാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കയ്യോ കാലോ തല്ലി ഒടിക്കുന്നതിനേക്കാൾ കഷ്ടമാവുന്ന ചേച്ചിക്കറിയോ? വീടിൻ്റെ മുന്നിൽ ഒരു ചെമ്മൺ റോഡുണ്ട്. അന്നൊക്കെ പാലക്കാട് നിന്ന് വെണ്ണീർ നിറച്ച പോത്തിൻ വണ്ടികൾ ഈ വഴി വരും. ഏതാണ്ട് വെളുപ്പാവുമ്പോഴാവും ഈ വണ്ടികളുടെ വരവ്. ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്ന വെണ്ണീർ വണ്ടികളുടെ എണ്ണം തിട്ടപ്പെടുത്തുകയെന്നത് സ്വന്തം പണിയായി ഏറ്റെടുത്തിരുന്നു. ഇതിനായി ആരും വിളിക്കാതെ തന്നെ നന്നേ വെളുപ്പിന് എഴുന്നേൽക്കും. എന്നിട്ട് ആ ബെഞ്ചിൽ അങ്ങനെ കുത്തിയിരിക്കും. പഠിത്തത്തിലാണ് ശ്രദ്ധ എന്നറിയിക്കാനായി ഇടയ്ക്കിടെ കുഞ്ചൻ നമ്പ്യാരുടെ പാണ്ടൻ നായയെയും കൂട്ടുപിടിക്കും. 40ഉം 42ഉം പോത്തിൻ വണ്ടികളാവും ഇങ്ങനെ ഓരോ ദിവസവും വെണ്ണീർ നിറച്ച് പോവുക. ഓരോ വണ്ടിയുടെയും കീഴിൽ അരിക്കലാമ്പ് കത്തിച്ച് അങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ഈ കൂട്ടത്തിൽ മുമ്പിൽ പോകുന്ന വണ്ടിയിലെ വണ്ടിക്കാരനും വണ്ടി വലിക്കുന്ന പോത്തുകളും മാത്രമാവും ഉണർന്നിരിക്കുക. ബാക്കി കൂട്ടത്തിലുള്ളവരൊക്കെ നല്ല ഉറക്കത്തിലാവും. അരിക്കലാമ്പങ്ങാട് തൂക്കി റോഡിൽ ടക്ക് ടക്ക് ശബ്ദമുണ്ടാക്കി ഈ പോത്തിൻ വണ്ടികൾ നിരനിരയായി പോകുന്ന ആ പോക്ക് കാണാൻ എന്തൊരു ശൈല്! അതൊക്കെ കണ്ടിരിക്കുക എന്നല്ലാതെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ള സാധാരണ കുട്ടികളുടെ വിഡ്ഢിത്തമൊന്നും എനിക്കില്ലായിരുന്നു. മുൻകാല കർമ്മങ്ങളിൽ നിത്യ സഹകാരിയായിരുന്ന ആ ബഞ്ച് തിരിച്ചു കിട്ടണമെന്നുള്ളത് ഇപ്പോഴും എൻ്റെ ഉള്ളിലെ ആശ. എന്നാൽ ഭാര്യ ആലീസിന് ആ ബഞ്ച് എന്ന് കേട്ടാൽ പേടിയാ. എൻ്റെ ഈശോയെ, ആ ബഞ്ച് വീണ്ടും ഇവിടെ കൊണ്ടിട്ടാൽ ഇയാളതിൽ നീണ്ടു നിവർന്ന് ഇരയെടുത്ത പാമ്പിനെ പോലെ കിടക്കില്ലേ? എന്നിട്ട് പഴയ കൂട്ട് പാണ്ടൻ നായനെ നീട്ടി മൂളിക്കില്ലേ? ഇതെങ്ങനെയാ സഹിക്കുക? ഇതോർത്തിട്ടാണ് ആലീസിൻ്റെ അങ്കലാപ്പ്. ശാപ്പാടടിക്കുന്ന കാര്യത്തിലും ഞാൻ ആളിത്തിരി കേമനായിരുന്നു. പലപ്പോഴും എൻ്റെ ശാപ്പാട് കണ്ടിട്ട് വീട്ടിലുള്ളവരൊക്കെ അന്തിച്ചു നിന്നിട്ടുണ്ട്. ആഹാരം അന്നും ഇന്നും എനിക്കൊരു ദൗർബല്യമാണ് കേട്ടോ. നന്നായി കറി വെച്ച ഇറച്ചി, മീൻകൂട്ടാൻ, കരിക്ക്, ഇതൊക്കെ ഓർക്കുമ്പോൾ നാവിൽ വെള്ളം വരും. സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു ഭ്രാന്തത്തി പാറുകുട്ടി അമ്മ ഉണ്ടായിരുന്നു. അവരൊരിക്കൽ ഞാനും ചങ്ങാതിമാരും സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ തെങ്ങിൽ നിന്നും കരിക്കിട്ട് കുടിച്ചോളാൻ പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന ദേവസിക്കുട്ടി വലിഞ്ഞ് തെങ്ങിൽ കയറി കരിക്കിട്ടു. ഭീമൻ്റെ തീറ്റ. എന്താ തീറ്റ? ഭീമനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആള് ഒരു നല്ല ശാപ്പാട്ടുരാമൻ. ശാപ്പാട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഭീമനെ പോലെ വേണം. ഒരു പോത്തിൻ വണ്ടി നിറയെ ചോറ്, ഒരു കുട്ടകം നിറയെ സാമ്പാർ, മറ്റു കറികളൊക്കെ ഇതുപോലെ ഓരോ പാത്രം നിറയെ. അത് കേൾക്കാൻ തന്നെ എന്താ രസം! പാണ്ടൻ നായയുടെ പാഠം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ തവണ വായിച്ച പാഠം ഈ ഭീമനെക്കുറിച്ചുള്ളതാണ്. മൂപ്പരുടെ ശാപ്പാടിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗം എത്ര വായിച്ചാലും എനിക്ക് അങ്ങോട്ട് മതിയാവില്ല. സ്കൂളിൽ പോകാൻ തയ്യാറാവേണ്ട നേരമാകുമ്പോഴാണ് ഈ പാഠം എടുത്തു വായിക്കുക. ആഹാരം കഴിക്കുന്നതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന ഈ ഭാഗം 2-3 ആവർത്തി വായിച്ചു കഴിയുമ്പോഴേക്കും എനിക്ക് ഏതാണ്ട് ഭീമസേനൻ്റെ വിശപ്പാവും. പെട്ടെന്ന് ഉടുപ്പൊക്കെ എടുത്തിട്ട് ആഹാര സ്ഥലത്തെത്തും. രാവിലെ വീട്ടിൽ എനിക്ക് പഴഞ്ചോറ തരാറ്. തൈരും ചമ്മന്തിയും തലേ ദിവസത്തെ മീൻകൂട്ടാനും ഉണ്ടാവും. അതങ്ങോട്ട് കൂട്ടി വയറ് നിറയെ തട്ടും. വയറ്റിൽ പിന്നെയും സ്ഥലം ഉണ്ടാവും. അപ്പോഴേക്കും സ്കൂളിൽ പോകാനുള്ള നേരമായിട്ടുണ്ടാവും. അന്ന് ഇന്നത്തെ പോലെ കക്കൂസൊന്നും ഇല്ല കേട്ടോ. ഓരോയിടത്തും വിസർജന വസ്തുക്കൾ നിക്ഷേപിക്കാൻ ബാരൽ പോലുള്ളൊരു സാധനം വച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നിക്ഷേപിക്കുന്ന വസ്തുക്കൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വരുന്ന ഒരു വണ്ടിയിലിട്ട് കുന്നിൻപുറത്ത് കൊണ്ടുപോയി കളയും. അതാ അതിൻ്റെ ഏർപ്പാട്. രാവിലെ വെണ്ണീർ നിറച്ച പോത്തിൻ വണ്ടികൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റോഡ് വഴി വരുന്നത് ഈ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയാവും. ഏതാണ്ട് 9 മണിയോടെയാവും ഇതിൻ്റെ വരവ്. ഈ വണ്ടിയുടെ വരവ് നോക്കിയിട്ടാവും ഞങ്ങളുടെ സ്കൂളിൽ പോക്ക്. മുനിസിപ്പാലിറ്റിയുടെ ചവറുവണ്ടി താമസിച്ചാൽ ഞങ്ങൾ സ്കൂളിലെത്താനും വൈകും. ഒരു സംഘമായാണ് സംഘമേശവിലാസം സ്കൂളിലേക്കുള്ള യാത്ര. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഞാൻ, ചാത്തുകുട്ടി, ദേവസിക്കുട്ടി, രവി, വിജയൻ, ഇരിങ്ങാലക്കുട വൈസ് ചെയർമാനായിരുന്ന ബാലകൃഷ്ണൻ, ബാലചന്ദ്രൻ, സുഭാഷിണി, അംബുജം തുടങ്ങിയവരാണ് ഉണ്ടാവുക. ഈ ബാലചന്ദ്രന് ഞങ്ങളുമായിട്ടുള്ളൊരു മാറ്റം, ഇയാൾ നായരാണ്. അയാളുടെ അച്ഛൻ, അമ്മ, സഹോദരി ഇവരൊക്കെ മലേഷ്യയിലായിരുന്നു. അവരും നായന്മാരാ. അന്നത്തെ കാലത്ത് ബാലചന്ദ്രന് സ്കൂളിലേക്ക് അയക്കുന്നത് റിക്ഷാവണ്ടിയിലാണ്. നെയ്യൻ എന്നൊരാളാണ് റിക്ഷാവണ്ടിക്കാരൻ. ഈ നെയ്യന് കൈക്കൂലി കൊടുത്തിട്ട് ഇവൻ ഞങ്ങൾക്കൊപ്പം ഇറങ്ങി നടക്കും. നെയ്യൻ റിക്ഷാവണ്ടിയുമായി ഞങ്ങളുടെ പിന്നാലെയും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ വീട്ടുകാർ തന്നെ ഈ പതിവ് നിർത്തി. ഇവൻ നടന്നേ പോവൂ, പിന്നെന്തിനാ ഇവനൊരു റിക്ഷ എന്ന് അവർ കരുതിയിട്ടുണ്ടാവും. ഞങ്ങൾ പഠിക്കുന്ന സംഗമേശ വിലാസം സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂളിൻ്റെ ഒരു ശാഖയാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരു തിരിവ് കടന്നാൽ സി അച്യുതമേനോൻ ഒരു തോർത്തുമുണ്ട് ഉടുത്ത് ഉലാത്തുന്നത് കാണാം. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ല കേട്ടോ, എങ്കിലും ആളു പ്രശസ്തനാണ്. ആ തിരിവിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. തൃശ്ശൂർ വേറെ വീടുണ്ടെന്നും അത് വിറ്റുവെന്നൊക്കെ പത്രത്തിൽ വായിച്ചത് പിന്നെയാ. അച്യുതമേനോൻ്റെ വീട് കഴിഞ്ഞ് അല്പം നടന്നാൽ ഒരു പാറുകുട്ടിയമ്മയുടെ വീടുണ്ട്. ഈ പാറുകുട്ടിയമ്മയ്ക്ക് ഭ്രാന്താണ്. ഇവിടെ എത്തിയാലുടൻ ഞങ്ങൾ സംഘമായിട്ടൊരു വിളിയാണ്, ഭ്രാന്തത്തി ഭ്രാന്തത്തി. ഞങ്ങളുടെ വിളി കേട്ട് കഴിഞ്ഞാലുടൻ ഈ പാറുകുട്ടിയമ്മ വീടിൻ്റെ പിന്നാമ്പുറത്തു നിന്നും ഒരു വരവുണ്ട്. കൈലിമുണ്ടിൻ്റെ കോന്തല ഒരു വശത്തേക്ക് ഉയർത്തിക്കുത്തി പ്രേതം കൂടിയതുപോലെ ഉറഞ്ഞു തുള്ളിയാണ് ആ വരവ്. വീടിൻ്റെ മുൻവശത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ നോക്കിയിട്ട് ഒരു വണ്ടിക്ക് തെറി അങ്ങോട്ട് വിളിക്കും.
ഇവർക്ക് ഭ്രാന്തുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പാറുക്കുട്ടിയമ്മയുടെ തെറി കേൾക്കാനുള്ള രസം കൊണ്ടാണ് ഞങ്ങൾ ഈ ഭ്രാന്തത്തി വിളി ഒരു പതിവാക്കിയത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഈ 3 നേരവും ഒരു ടൈം ടേബിൾ കണക്ക് ഞങ്ങളിത് നിർവഹിക്കും. ഒരു ദിവസം ഞങ്ങളെക്കാൾ മുമ്പേ സ്കൂളിൽ നിന്ന് എത്തിയ മറ്റൊരു സംഘം പാറുക്കുട്ടിയമ്മയെ നോക്കിയിട്ട് ഭ്രാന്തത്തി എന്ന് വിളിക്കുന്നു. ഇതിന് അനുപല്ലവി കണക്കെ പാറുക്കുട്ടിയമ്മയുടെ വക വണ്ടിക്കണക്കിനുള്ള തെറിയും. ഇത് ഞങ്ങളുടെ ഗ്യാങ്ങിന് ഇഷ്ടമായില്ല. മുമ്പിലായിരുന്ന ദേവസിക്കുട്ടിയും പാറുക്കുട്ടിയും ഓടിയെടുത്തു. എന്താടാ പാറുക്കുട്ടി ചേച്ചീനെ ഭ്രാന്തത്തിന്ന് വിളിക്കണേ? നിൻ്റെയൊക്കെ അമ്മയ്ക്കാടാ ഭ്രാന്ത്, ഓടടാ. ഇത്രയായപ്പോഴേക്കും ഞങ്ങളും എത്തി. പെട്ടെന്ന് കയ്യിൽ കിട്ടിയ കല്ലും വടിയുമൊക്കെയായി അവരുടെ നേരെ അങ്ങ് നീങ്ങി. ആ കുട്ടികൾ ജീവനും കൊണ്ട് അവിടെ നിന്നും ഒരു ഓട്ടം. ഇത് കണ്ടപ്പോൾ പാറുക്കുട്ടിയമ്മയ്ക്കും സന്തോഷമായി. എൻ്റെ പൊന്നു കുട്ടികളെ, നിങ്ങളിപ്പോൾ വന്നത് നന്നായി. ഇല്ലെങ്കിൽ അവന്മാരെന്നെ. മക്കൾ വന്നേ, ബാ മക്കളെ. പാറുക്കുട്ടിയമ്മ വിളിച്ചപ്പം ഞങ്ങൾക്കും സന്തോഷമായി, പ്രത്യേകിച്ച് എനിക്ക്. പാറുക്കുട്ടിയമ്മയുടെ പറമ്പിലെ ചാമ്പക്കയും പേരയും പുളിയും മാവും ഒക്കെ നിൽക്കുന്നു. ഇതിലൊക്കെ നിറയെ കായകളും. ഞാൻ പതിയെ പാറുക്കുട്ടിയമ്മയോട് അടുത്തു. എന്നിട്ട് ചോദിച്ചു, പാറുക്കുട്ടിയമ്മേ, ഞങ്ങൾ കുറേ പേരയ്ക്കും ചാമ്പക്കയും പുളിയും ഒക്കെ പൊട്ടിച്ചോട്ടെ? എനിക്കിവിടെ വേറെ കുട്ടികളുണ്ടോ? നിങ്ങൾ എന്തുട്ടാ വേണമെങ്കിൽ പൊട്ടിച്ചോ, തിന്നോ. കൂട്ടത്തിലുണ്ടായിരുന്ന അംബുജവും രാധയും സുഭാഷിണിയും ഒക്കെ പേടിച്ച് നിൽക്കുകയായിരുന്നു. അവരും പറമ്പിലേക്ക് കയറി. ഞാൻ കോപ്പാന്ന് പറയണ മരത്തിൽ കയറി, ബാലകൃഷ്ണൻ പേരയിൽ, അങ്ങനെ ഓരോരുത്തർ ഓരോന്നിൽ കയറി. ചിലരൊക്കെ താഴെ ഞങ്ങൾ കായ് പൊട്ടിക്കുന്നതൊക്കെ നോക്കി നിന്നു. ഒപ്പം മുഖം നിറയെ ചിരിയുമായി പാറുക്കുട്ടിയമ്മയും. ഞാൻ കയറിയ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ദേവസ്കുട്ടി എന്നോട് അടക്കത്തിൽ പറഞ്ഞു, കരിക്ക് ഇട്ടോട്ടെ എന്ന് ചോദിക്കാൻ. ഞങ്ങളുടെ അടക്കം പറച്ചിൽ പാറുക്കുട്ടിയമ്മ കണ്ടു. എന്താ ഒരു സ്വകാര്യം, നേരിട്ട് അങ്ങോട്ട് ചോദിച്ചൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ദേവസ്കുട്ടി ചോദിക്കുകയാണ് കരിക്കിട്ടോട്ടെ എന്ന്. പാറുക്കുട്ടിയമ്മ അതും സമ്മതിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ദേവസിക്കുട്ടിയും ചാത്തുക്കുട്ടിയും മഹാദേവനും ഓരോ തെങ്ങിൽ വലിഞ്ഞു കയറി. അവർക്ക് തെങ്ങ് കയറാൻ നല്ല വശം. ഈ നേരം മരത്തിലിരുന്ന് ഞാൻ പാറുക്കുട്ടിയമ്മയ്ക്ക് ഒരു ഉപദേശം കൊടുത്തു. പണ്ടും ഉപദേശിക്കാൻ എനിക്കിഷ്ടമാണ്. കുട്ടികളില്ലെങ്കിൽ ഒരു കുട്ടീനെ എടുത്തങ്ങ് വളർത്തിക്കൂടെ? ഉപദേശം കേട്ടിട്ട് പാറുക്കുട്ടിയമ്മ മരത്തിലിരുന്ന് എന്നെ ഒന്ന് നോക്കി. പിന്നെ പറയാ, കുട്ടികളെ എടുത്ത് വളർത്തേ? കുട്ടികൾക്കൊക്കെ ഭ്രാന്തല്ലേ? ഇപ്പം ഭ്രാന്തില്ലാത്തൊരു കുട്ടി എവിടെയാ ഉള്ളേ? ആ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് ആളി. ഈ സ്ത്രീക്ക് ഭ്രാന്ത് ഉണ്ടെന്നുള്ളത് ഉറപ്പ് കിട്ടിയത് അപ്പോഴാണ്. ഇനി ഇറങ്ങുകയാവും ഭേദം. ഞാൻ ദാ വരണ്ടിട്ടാ. നിങ്ങൾക്ക് കരിക്ക് പൊളിക്കാൻ വെട്ടോത്തി വേണ്ടേ? ഇതും പറഞ്ഞ് മൂപ്പത്തി അകത്തേക്ക് കയറി. വെട്ടുകത്തിന്ന് കേട്ടതോടെ സംഗതി പാളിയോന്ന് ഒരു നിമിഷം തോന്നി. പിന്നെ ചാമ്പക്ക കീശയിലാക്കുന്ന തിരക്കിൽ എല്ലാം മറന്നു. അപ്പോൾ താഴ്ന്ന് തള്ളയുടെ ശബ്ദാവലി, നാട്ടുകാരെ ഓടി വരണേ, പട്ടാപ്പകല് കള്ളം കയറിയിട്ട് തേങ്ങ ഇടണേ. സ്ത്രീ ഭയങ്കര ബഹളം. അയൽപ്പക്കത്തു നിന്നും ആൾക്കാർ അതുവഴിയും ഇതുവഴിയും ഒക്കെ ഓടി വന്നു. ഞാൻ ആ മരത്തിൽ നിന്നും ഓർന്നൊരു ചാട്ടം. ആ ചാട്ടത്തിൽ എൻ്റെ നെഞ്ചിൻ്റെ പെയിൻ്റ് ആകെ പോയി. ദേ, ഈ കള്ളന്മാർ സപ്പോട്ടയും ചാമ്പയ്ക്കും കരിക്കും എല്ലാം പറിച്ചേ. അപ്പോൾ ആ സ്ത്രീ വിളിച്ചു കൂവി ബഹളം വയ്ക്കുന്നു. ഓടി രക്ഷപ്പെടാൻ ഭാവിക്കുമ്പോൾ പിടിക്കുവാൻ വന്ന ആളുകൾ വളഞ്ഞു കഴിഞ്ഞു. ഞാൻ നിന്നു, ബാലകൃഷ്ണൻ നിന്നു, ചാത്തുട്ടി നിന്നു. അങ്ങനെ എല്ലാവരും. പന്തം കണ്ട പെരിച്ചാഴിയെ പോലൊരു നിൽപ്പാണ്. ബാലചന്ദ്രനെ വന്നവർക്കൊക്കെ അറിയാം. പൊന്തേങ്കാട്ടിൽ വീട്ടിലെ കുട്ടിയാണെന്നും അറിയാം. റിക്ഷാവണ്ടിക്ക് സ്കൂളിൽ പോണ കുട്ടിയല്ലേ, നാട്ടുകാർ അറിയാതിരിക്കുമോ? അവർ ബാലചന്ദ്രനോട് ചോദിച്ചു, നിങ്ങൾ കരിക്കിട്ടോ? ഞങ്ങൾ പറഞ്ഞു, കരിക്കിട്ടു. നിങ്ങളെന്താ അങ്ങനെ ചെയ്തേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീ പറഞ്ഞു നിങ്ങൾ കരിക്കിട്ട് കുടിച്ചോ, നിങ്ങൾക്ക് ദാഹമുണ്ടാവില്ലേ, 4 മണി വരെ പഠിച്ച കുട്ടികളല്ലേ, ഇതാണെന്നൊക്കെ. ബാലചന്ദ്രൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. എല്ലാവരും ആകെ പരുങ്ങലിലായി. ഈ സ്ത്രീയുടെ ഒരു വല്യമ്മയുടെ മക്കൾ തന്നെയാണ് ഈ വന്നിരിക്കുന്നവരൊക്കെ. ഈ വന്നവരൊക്കെ ബാലചന്ദ്രനോട് അല്പം ലോഹ്യം കാണിക്കുന്നുണ്ട്. എന്നെയും ചാത്തുകുട്ടിയെയും കണ്ട ശരിക്കും കള്ളലക്ഷണ. എന്നാലും ബാലചന്ദ്രൻ്റെ ഒരു കെയർ ഓഫ് ഉള്ളതുകൊണ്ട് ആശ്വാസമായി. വന്നവരിൽ ഒരാൾ ചോദിച്ചു, ഈ സ്ത്രീ പറഞ്ഞാൽ നിങ്ങൾ കരിക്കിടാൻ പാടുണ്ടോ? അവർക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇയാളിത് പറഞ്ഞു തീർന്നതും പാറുകുട്ടിയമ്മ അവിടുന്ന് ഒരു വരവ് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇയാളുടെ നേരെ ഇടിവെട്ടുന്ന പോലൊരു ചോദ്യം, ഭ്രാന്ത ആർക്കാണ്ട പട്ടി? തുടർന്നൊരു വണ്ടിക്ക് ചീത്തയും. ഭ്രാന്ത ആർക്കാന്ന് വെച്ചാൽ പറയടാ നീ. എനിക്കാണ്ട ഭ്രാന്ത്, പട്ടി കഴിവരുടെ മോനെ. വെറുതെ അല്ലടാ നിൻ്റെ പെങ്ങളെ പോലീസുകാരൻ കൊണ്ടുപോയേ. ഇവരുടെ വീട്ടിലെ മുഴുവൻ ചരിത്രവും ഈ ഭ്രാന്തി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഒരു പെങ്ങളെ പോലീസുകാരൻ കട്ടുകൊണ്ട് പോയെന്നും വേറൊരു പെങ്ങളെ ഇലക്ട്രിസിറ്റിക്ക് ഫീസ് കെട്ടാൻ വന്നവൻ കയറി പിടിച്ചെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പാറുകുട്ടിയമ്മ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങി. സത്യത്തിൽ ഈ മൊത്തം കാര്യങ്ങളും കേൾക്കാൻ ഞങ്ങൾക്കൊരു രസം. ഞങ്ങളുടെ കള്ളം പിടിക്കാൻ വന്നവർ ആകെ ചമ്മി നാറി നാശമായി. ഇതൊരു വട്ടിൻ്റെ കഥ. വീട്ടിൽ വന്നാലും വട്ടുകളിയാണ്. റോഡിലെ വട്ടുരുട്ടി കളിക്കുന്നതിന് ഒരു ഗ്യാങ് തന്നെയുണ്ട്. ടയറിൻ്റെ വട്ടുണ്ട്, ഇരുമ്പിൻ്റെ വട്ടുണ്ട്. ഇതിലെ ഇരുമ്പിൻ്റെ വട്ട് കയ്യിലുണ്ടെങ്കിൽ അന്നൊരു പൊടി ഗമയ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബാലകൃഷ്ണന് മാത്രമേ അതുള്ളൂ. ഞങ്ങളുടെ റോഡിലൂടെ അന്ന് മോട്ടോർ വാഹനങ്ങൾ വരിക ഓണത്തിനോ സംക്രാന്തിക്കോ ആണ്. അന്ന് ഇരിങ്ങാലക്കുട തന്നെ 5 or 6 കാറേ ഉള്ളൂ കേട്ടോ.
ഒരു കാറ് വരുന്നുണ്ടെങ്കിൽ അകലെന്ന് വരുമ്പോഴേ ഞങ്ങൾക്കറിയാം. അടുത്തെത്തിയാൽ പൂരത്തിനൊക്കെ ആർപ്പ് വിളിക്കും പോലെ ഞങ്ങൾ കൂടി നിന്ന് പോയി പോയി എന്ന് കൂവും. പൊക്കം കുറഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വഴിവിളക്കു തെളിക്കാനായി വരും. അയാളുടെ വരവോടെയാണ് സന്ധ്യയായി എന്ന ബോധ്യമുണ്ടാവുക. പിന്നീട് എല്ലാവരും പിരിയും. ആ വഴി പിന്നെ കടന്നു പോകാറുള്ളൊരു വാഹനം വസൂരി പിടിപെട്ട് മരിച്ചവരെ കയറ്റി കുന്നും പുറത്തേക്ക് പോകുന്നവരെ ആകെ മൂടിയ ഒരു വണ്ടിയാണ്. ഇതും മുനിസിപ്പാലിറ്റിയുടെ വകയാണ്. 90 പേര് കനാൽ ഭാഗത്ത് വസൂരി പിടിപെട്ട് മരിച്ചത്രേ. ആയുടെ അപ്പൻ ഒരു രാത്രി അമ്മയോട് പറയുന്നത് കേട്ടതാണ്. അങ്ങനെ മരിച്ചവരെയൊക്കെ കുന്നിൻപുറത്ത് കൊണ്ടുപോയി കുഴിച്ചിടുന്നത് ഈ വണ്ടിയിൽ തന്നെ. വണ്ടി ഒരാൾ വലിക്കും, ഒരാൾ തള്ളും. ശൗരിയാർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ശവം കൊണ്ടുപോകുന്നത്. ശൗരിയാർക്ക് ഭയങ്കര മീശയുണ്ട്. ഒരു ചെവിയിൽ നിന്ന് തുടങ്ങി മറ്റേ ചെവി വരെ വരും അതിൻ്റെ നീളം. അത് അറ്റം പിരിച്ച് മുകളിലേക്ക് വയ്ക്കും. ശൗരിയാർ എപ്പോഴും ഫുൾ പൂസ. ഇയാൾ കടന്നു പോകുമ്പോൾ ഞാൻ ഒളിഞ്ഞു നോക്കും. ഇയാൾക്ക് മാത്രം വസൂരി പകരില്ലേ? ശൗരിയാർ വലിയ ധൈര്യശാലിയാണെന്നാണ് വൈപ്പ്. രാത്രിയായാലും പകലായാലും ഒരാൾ വസൂരി പിടിപെട്ട് മരിച്ചാൽ അപ്പോൾ തന്നെ ആ ശവവുമായി ശൗരിയാർ കുന്നിൻ പുറത്തേക്ക് നീങ്ങും. ഒരു രാത്രി കുറച്ച് മുമ്പ് മരിച്ച 2 പേരുടെ ശവങ്ങളും കയറ്റി ഇരിങ്ങാലക്കുട ഇറക്കവും കടന്ന് ശവവണ്ടി കുന്നിൻ മുകളിലെത്തി. വണ്ടിയുടെ പിന്നിലെ പുറത്തേക്ക് തൂർക്കാവുന്ന വാതിൽ തുറന്നു. ശവങ്ങളും രണ്ടും കാണാനില്ല. എത്ര ധീരനായാലും പേടിക്കില്ലേ? ശൗരിയാർ പിന്നിലേക്ക് തൻ്റെ ദൃഷ്ടികൾ പായിച്ചു. അതാ 2 കറുത്ത പട്ടികൾ. ആ പട്ടികൾ ശൗരിയാരുടെ നേരെ കുരച്ചു ചാടുന്നു. ശൗരിയാർ പിന്നിലേക്ക് മലച്ചു. വായിലൂടെ വെള്ളപ്പത. ഇതിനിടെ കൂടെയുണ്ടായിരുന്ന 2 സഹായികൾ ഓടിക്കളഞ്ഞു. അവർ ഒരു ഉപകാരം ചെയ്തു. നാട്ടുകാരോട് വിവരം പറഞ്ഞു. ചിലർ കുന്നിൻപുറത്തെത്തി ശൗരിയാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വെള്ളത്തിൽ വീണ പൂച്ചയെക്കൂട്ട് അയാളാകെ പേടിച്ചരണ്ടിരിക്കുന്നു. ഇരിങ്ങാലക്കുട ഇറങ്ങുമ്പോൾ ശവവണ്ടിയുടെ പിന്നിലെ ഡോർ താനെ തുറന്നു. മൃതശരീരങ്ങൾ 2 താഴെ വീണു. അതാണ് അന്ന് സത്യത്തിൽ സംഭവിച്ചത്. കുന്നിൻ പുറത്തെത്തി വാഹനത്തിൽ നോക്കുമ്പോൾ ശവശരീരങ്ങൾ കാണാനില്ല. ആ ധൈര്യശരീരം മനസ്സിൽ പെട്ടെന്ന് അന്ധവിശ്വാസം കൂടുകെട്ടി. അപ്പൻ, അമ്മ, 8 മക്കൾ കൂടാതെ അപ്പൻ്റെ അമ്മയും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ അമ്മാമ്മ ആളും ബഹുവില്ലത്തിയായിരുന്നു. ശരിക്കും ഒരു കേമത്തി. ആ കഥ നാളെ.